പണ്ട് പണ്ട് ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. എന്റെ മുത്തശ്ശി, രാജകുമാരനെ രക്ഷിക്കാൻ പോയ രാജകുമാരന്റെ കഥയല്ലാണ്ട് ഈ മുത്തശ്ശിക്ക് വേറൊരു കഥ അറിഞ്ഞൂടെ? 100 വർഷങ്ങളായിട്ട് തന്റെ ഇംഗ്ലണ്ടുകാരനായ കാമുകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രാജകുമാരനെ അറിയോ നിനക്ക്? എന്ത് നല്ല ചെക്കനായിരുന്നു. അമ്മയുടെ അച്ഛൻ്റെയും പേരിലൊക്കെ കുടുംബ സ്വത്ത് കണ്ടമാനുണ്ടെന്ന് എന്തു പറയാൻ, അനുഭവിക്കാൻ വകയില്ലാത്ത തന്നെ. ആരെ കണ്ടാലും ഒരു മിണ്ടോ ഇല്ല, ഒന്നും നോക്കില്ല. ഏത് നേരവും ആ റൂമിൽ കയറി വാതിലടച്ചാന്നിരിക്കും. ആകെ ഉണ്ടായൊരു മോരാണ്. മദ്യപിച്ച് അവസാനിക്കാനായിരിക്കും അതിന്റെ ഗതി. അതേച്ചി, വലിയ പഠിപ്പും 10 ക്ലാസ്സാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഡൽഹി പോയി വന്നേ പിന്നെ ആ ചെക്കൻ ഇങ്ങനെ ആയത്. ഇങ്ങനെ പോയാൽ നമ്മളെങ്ങനെ വിശ്വസിച്ച് പിള്ളേരെ പുറത്തുവിടും? എടാ, എത്ര വർഷം വിചാരിച്ചു നീ ഇങ്ങനെ ജീവിക്കണേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. The chapter is closed. No, we can't make the same mistake again. മഴ നനഞ്ഞു പാതകളനവധി പിന്നിൽ പിടഞ്ഞു കാമുകരനവധി. ഇവരെന്നെ ചെയ്യിപ്പിക്കുമെന്ന് തോന്നാറില്ല. ഈ എക്സാമും തൊലഞ്ഞത് തന്നെ. ഇവനൊക്കെ ഉറങ്ങിയ എക്സാം ഹാളില്. പാളം പോൽ ഒരു മകനീങ്ങവേ കിടന്നുറങ്ങാനാണെങ്കിലും എന്തിനും പോന്നേ. ചിരിക്കണ്ട. താരങ്ങൾ നമ്മെ നോക്കി ചിമ്മവേ. നിങ്ങൾ ആരുമില്ലേ? പ്രിൻസിപ്പലിനെ കണ്ടിട്ട് അനുവാദം ചോദിച്ചിട്ട് എക്സാം എഴുതാൻ വന്നാൽ മതി. മനസ്സിലായോ? പഴക്കം നൽകുന്നില്ലേ, എനിക്ക് സ്നേഹിച്ചു പരിചയമില്ല. परीक्षा लिखने की अनुमति नहीं दी जा सकती। पहले आपके फेल पेपर को पास दिखाओ। हमारे कॉलेज में तुम्हारे जैसे हरा हुआ कोई नहीं था। अगले सप्ताह आपके लिए विशेष व्याख्यान आएगा। सभी परीक्षाओं उत्तीर्ण करें। मैं हमारे कॉलेज की प्रतिष्ठा को जोखिम में नहीं डाल सकता। This is Delhi, not Kerala. I will not hesitate to let you down. എടാ, എന്തു അടിക്കാറുന്നവർ പറഞ്ഞിട്ട് പോയെ? നിനക്ക് എക്സാം എഴുതാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ആദ്യം എഴുതിയ എക്സാമുകളൊക്കെ പാസ്സായി കാണിക്കാൻ എന്ന് എഴുതാൻ സമ്മതിക്കാന്ന്. അപ്പൊ സെം എക്സാമിന്റെ കാര്യോ? നമുക്ക് അടുത്ത ആഴ്ച ഒരു പുതിയ സാർ വരുന്നുണ്ടെന്ന്. അങ്ങനെ കൊണ്ട് നമ്മളെ ശരിയാക്കാനാണ് പരിപാടി. എടാ, അത് നോക്കി, അത് നമ്മുടെ സീനിയേഴ്സ് അല്ലേ? അവര് നമ്മളെന്ത് ഇങ്ങനെ നോക്കണേ? നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് അല്ലേ? എന്നിട്ട് എന്താ ഫ്രഷേഴ്സിലേക്ക് വരാതിരുന്നേ? അത് പിന്നെ നിങ്ങള് തന്നെ, അത് ഞങ്ങള് നടത്തുന്ന പരിപാടിയല്ലേ. അപ്പൊ നിങ്ങൾ വരാതിരുന്ന അത് സീനിയേഴ്സിനോട് റെസ്പെക്ട് ഇല്ല എന്നല്ലേ കാണിക്കണേ? സോറി, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് വരാതിരുന്നതല്ല. അധികം ഇടവൊന്നും ഓർക്കണ്ട, ഞങ്ങളിത് കുറെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കിടന്ന് വിളയാടാനാണെങ്കിൽ ഞങ്ങൾ കാണിച്ചാലേ ഞങ്ങളുടെ പെരുമാറ്റം എങ്ങനെയെന്ന്. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ സീനിയർക്ക് തന്നെയാണ്. അതും മറുപടി ഇങ്ങനത്തെ കോപ്രായം കാണിക്കരുത് കേട്ടാ. വരാതിരിക്കണത് പറയേണ്ടത് ഞങ്ങളുടെ തീരുമാനമല്ലേ. നിങ്ങൾ ഇപ്പൊ ഈ കിടന്ന ആളാണത്. നിങ്ങൾക്ക് ഈ നാടിനെ പറ്റി ഒന്നും അറിയാത്തോണ്ടാണ്. ഈ നാടിനൊരു ശാപുണ്ട്, ലവ് ജീൻസ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടിന്റെ രാജകുമാരനായ അമീർ ഇന്ന് ഈ നാടിനൊരു ജിൻസാണ്. അദ്ദേഹത്തിന്റെ കാമുകനായ അലക്സിന് വേണ്ടി അദ്ദേഹം ഇന്നും ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അഹങ്കാരം കുറച്ചോ. ഇനി ഞങ്ങൾ പറയണത് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ തന്നെ അന്വേഷിച്ചു കൊടുക്ക്. ഈ കോളേജിൽ ഈ നാട്ടിലായി നടന്ന ദുർമരണങ്ങളെ പറ്റി. സ്വന്തം നാട്ടുകാരല്ലേ, മലയാളികളല്ലേ എന്ന് വിചാരിച്ചതൊക്കെ പറഞ്ഞു തന്നെ. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഈ നാട്ടിൽ നിൽക്കണോ അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകണോന്ന്. എന്തായാലും നിങ്ങളുടെ ഒരു പേരൊന്ന് പറഞ്ഞേക്ക്. ഇനി നാളെ ജീവനോടെ കണ്ടില്ലെങ്കിൽ പേരറിയാൻ പാടില്ലാത്ത അവസ്ഥ വരരുതല്ല. ഞാൻ സിജു മാത്തൻ. എൻ്റെ പേര് ആകാശ്. ഞാൻ ബേസൽ. ഞാൻ ചന്തു. ഐ ആം ഇമ്രാൻ. ഞാൻ നിഖിൽ. സീ യു സൂൺ. ഇനിയും കാണാമെന്ന് വിശ്വസിക്കാം. ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ഈ പ്രിൻസിപ്പൾ ഇത് വാലിനത്തി പിടിച്ചാൽ എങ്ങോട്ടേക്കാ? ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞില്ലേ? നമുക്ക് പുതിയ ലെക്ചറിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട്. ക്ലാസ്സിലിരിക്കുമ്പോ ഇവിടെ പഠിപ്പിക്കണത് എന്താണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, മനസ്സിലായ? പുറത്ത് പലരും പോവും, അത് നോക്കിക്കൊണ്ടിരിക്കലല്ല ജോലി. പിന്നെ നാളെ തൊട്ട് നിങ്ങൾ ഈ ക്ലാസ് റൂമിലേക്ക് കയറണ്ടട്ടാ.
ഞങ്ങളുടെ പുതിയ ലെക്ചർ വന്നിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ റൂമിലാ. നിങ്ങൾ നാളെ തൊട്ട് ആ ക്ലാസ്സിലായിരിക്കും. അങ്ങനെ അവതാരം എത്തിയ നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നതിന്റെ കാരണം എനിക്ക് നല്ലപോലെ അറിയാം. നിനക്കിനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. ഈ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ നിനക്ക് തിരിച്ചു പോകണം. പക്ഷെ എനിക്കും നിനക്കും ഓരോ പരിധികളുണ്ട്. അത് മറികടന്നാൽ നമ്മൾ തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇനി ഈ നാട്ടില് ഒരു ദുർമരണം ഉണ്ടാവാൻ പാടില്ല. നിനക്ക് നഷ്ടപ്പെട്ടത് നീ നേടിയെടുക്ക്. എന്റെ സഹായം നിന്റെ കൂടെ ഉണ്ടാവും അമീർ. ഞാൻ പോകുമ്പോ അവനുണ്ടാവും എന്റെ കൂടെ. ഇല്ലെങ്കിൽ നാട്ടുകാരെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. എടാ, നമ്മളോട് ഈ ക്ലാസ്സിൽ തന്നെയല്ലേ പ്രിൻസിപ്പൾ വരാൻ പറഞ്ഞേ? എന്നിട്ട് ഇവിടെ ആരെയും കാണില്ലല്ലോ. ആകാശേ, നീ ഒന്ന് പോയി നോക്കി നോക്കിയേ പുതിയ ലെക്ചർ വന്നിട്ടില്ലേന്ന്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. Hello Akash, I am Ashrali, your new teacher. സാറിന് എന്റെ പേരെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. സാറെന്താ ചിരിക്കണേ? ഒന്നുമില്ല. തനിക്ക് എന്നെ ഓർമ്മയുണ്ടോ? അതിന് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഈ സാറിന് ഇത് എന്ത് പറ്റി? സാറിനെ കാത്ത് അവരെല്ലാരും അവിടെ ഇരിക്കുക. നമുക്ക് അങ്ങോട്ട് പോവാം. ഗുഡ് മോർണിംഗ് സാർ. എടാ, ഞാൻ ഈ സാറിനെ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? നിനക്ക് മുമ്പ് പരിചയമുണ്ടോ? അതെനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കണ്ട പോലെ ഒരു ഓർമ്മ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, ഞാനാണ് നിങ്ങളുടെ പുതിയ ടീച്ചർ. സാറ് മലയാളിയാണോ? പുതിയ ലെക്ചർ വന്നെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചതല്ല നോർത്ത് ഇന്ത്യനാവുന്നു. മലയാളി ഏത് ഭാഗ്യം. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ എല്ലാവരും റിപ്പോർട്ട് കാർഡ് ഞാൻ നോക്കിയായിരുന്നു. ഭയങ്കര കുറവാണല്ലോ മാർക്ക്. എന്തു പറ്റി? ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല ക്ലാസ്. ഭയങ്കര പാടാ. ഞങ്ങൾക്ക് കുറെ സപ്ലി ഉണ്ട്. ഇവരുടെ കൂടെ പഠിച്ചെത്താൻ പറ്റുള്ള ഞങ്ങൾക്ക്. അത് കുഴപ്പമില്ല. എന്തായാലും ഞാൻ പോണേന് മുമ്പ് നിങ്ങൾ എല്ലാവരെയും ഞാൻ പാസ്സാക്കിയിരിക്കും. ആകാശ്, ഒന്ന് വന്ന് ഒരു കാര്യം പറയാനുണ്ട്. എന്റെ ഫയൽസ് ഒക്കെ പ്രിൻസിപ്പളിനെ കാണിക്കാനുണ്ട്. സോ നമുക്ക് നാളെ തുടങ്ങി ക്ലാസ് തുടങ്ങാം. ലൈബ്രറിയിലേക്ക് ഇവരെയും കൂട്ടി വന്നാൽ മതി കേട്ടോ. സാറേ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഈ സംസാരവും ഈ സൗണ്ടും ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. നീ തന്നെ ഒന്ന് ഓർത്തോക്ക്. എന്താണ് നിന്നെ മാറ്റി നിർത്തിയൊരു വർത്താനമൊക്കെ? അത് നാളെ ലൈബ്രറിയിലായിരിക്കും ക്ലാസ് എന്ന് പറഞ്ഞാണ്. ഒരു പ്രത്യേകതയില്ലേ സാറിനെ കാണാൻ? അത് ശരിയാ. ഞാൻ ഹ്യൂമൻ അനാട്ടമിയുടെ നോട്ട് തരാം. നമ്മുടെ ബോഡി പാർട്സിനെയും സ്ട്രക്ചറിനെയൊക്കെ പറ്റി പഠിക്കണേനെയാണ് ഹ്യൂമൻ അനാട്ടമി എന്ന് പറയുന്നത്. നിനക്ക് എന്ത് പറ്റി? നിനക്ക് ഈ സബ്ജക്ട് ഇഷ്ടല്ലേ? ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ഡോക്ടർ. വീട്ടുകാരെ നിർബന്ധിച്ചോണ്ടാ ഡോക്ടർ ആവാൻ വന്നേ. അതുകൊണ്ട് എനിക്കിത് ഇത്ര പാടായിട്ട് വന്നത്. ഐ തിങ്ക് യു ലൈക്ക് ഇംഗ്ലീഷ്. നിനക്ക് ഇംഗ്ലീഷ് എടുത്തുവിടുന്നോ? അതെ, എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായിരുന്നു താല്പര്യം. എനിക്കൊരു ഇംഗ്ലീഷ് ലെക്ചർ ആവണമെന്നായിരുന്നു ആഗ്രഹം. സാറിന് എങ്ങനെ മനസ്സിലായി? എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചെന്ന ഒരാളുണ്ട്. ഹീസ് ഫ്രം ഇംഗ്ലണ്ട്. അദ്ദേഹം നീയായിട്ട് കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. സോ ഐ ഗസ് ഡിറ്റ്. ഇംഗ്ലണ്ടിന്നോ? അതാരാ? സാറിന്റെ ഫ്രണ്ടാണോ? അതെനിക്കിപ്പോ പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാ ഒരുപക്ഷെ എനിക്ക് നിന്നെ കാണാൻ വരാൻ പോലും പറ്റില്ല. സാർ എവിടെ പോവാൻ? സാർ എന്തായാലും ഇനി ഞങ്ങൾ എല്ലാരെയും പാസ്സാക്കിട്ട് എവിടെ നിന്ന് പോവൂ. അതെനിക്കറിയാം. കവിതേ എഴുതിയ അഴകേ ഉരുകിയതേ എന്നുയിരേ നീതാൻ പെണ്ണേ കണ്ണിൽ എരികിற നിലമ ഹൃദയമിതാകെ ഒഴുകിയ കവിതേ നീ വരുമോ കനവുകളിൽ?
എടാ സാറിന് ഇവനോടുള്ള പെരുമാറ്റം കണ്ട സാറ് മറ്റേതാന്നാ തോന്നണേ എനിക്ക്. മറ്റേതാ? എന്നോടല്ലേ പെരുമാറണേ? അതിനെനിക്ക് യാതൊരു കുഴപ്പമില്ല, മനസ്സിലായ? എടാ ഞാൻ അങ്ങനെ ഒരു മോശം രീതിയിൽ പറഞ്ഞതല്ല. എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഒരാളെ പറ്റി പറയേണ്ടത്, പ്രത്യേകിച്ച് നമ്മുടെ സാറല്ലേ അത്. എടാ ഞാൻ സോറി, പെട്ടെന്ന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതൊക്കെ ഒരാളുടെ പേഴ്സണൽ മാറ്ററാണ്. ആരെ സ്നേഹിക്കണം, അത് ആണായാലും പെണ്ണായാലും. നിങ്ങളിനി സാറിനെ പറ്റി അങ്ങനെ പറയരുത് കേട്ടാ. സാറിപ്പോൾ അങ്ങനെയാണെങ്കിലും ഞാൻ സാറിൻ്റെ അടുത്ത് നല്ല കംഫർട്ടബിൾ ആണ്. എടാ നീ അങ്ങനെ പെട്ടെന്ന് ആൾക്കാരോട് കമ്പനി ആവാത്ത ടൈപ്പല്ലേ. സാറായിട്ട് ഇത്ര ഇടപെടുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാ. അതൊരു വെറുപ്പ് രീതി പറഞ്ഞതല്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കാണാൻ എനിക്ക് സന്തോഷമുള്ളൂ. You proud me students. अपनी वार्षिक परीक्षा से पहले हर आसवल पेपर पास गास किया है. कंग्रेचुलेशन. आने वाली सभी परीक्षाओं पर ध्यान दें. ആ എന്താ ഒരു സന്തോഷം. നമ്മളെ ചീത്ത പറഞ്ഞ സാറിനെ കൊണ്ട് തന്നെ കൺഗ്രാചുലേഷൻ പറയിപ്പിക്കണ ഒരു സുഖം വേറെ തന്നെ. എന്താല്ലേ, ഞാൻ പോലും വിചാരിച്ചില്ല നമ്മളെല്ലാ പേപ്പറും പാസ്സാവുമെന്ന്. സാറ് ആ രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്തു തന്ന് അല്ലേ. ഞാൻ സാറിൻ്റെ സാറിനെ പോയി കണ്ടൊരു താങ്ക്സ് പറയണം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. ദിസ് ഈസ് യുവർ വിക്ടറി. ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. എന്നാലും സാറിനോട് നന്ദി പറയാണ്ട് വയ്യ. എന്നോട് നന്ദി പറയണ്ട, നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ മതി. ഇനി സാറിന് എന്ത് പറ്റി? 2 ദിവസം കണ്ടില്ലല്ലോ, മുഖവും വല്ലാതിരിക്കേണ്ടത്. ഏയ് ഒന്നുമില്ല. ഞാൻ പോയി കഴിഞ്ഞാലും നീ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അതിന് സാറോടെ പോണ്? സാറോടെ തന്നെ ഉണ്ടാവില്ലേ? എല്ലാവർക്കും ഒരു സമയം തന്നിട്ടുണ്ടാവില്ലേ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകേണ്ടി വരും. അതിപ്പം നമ്മ വന്ന കാര്യം നടന്നാലും ഇല്ലെങ്കിലും. സാർ എന്തൊക്കെയാ ഈ പറയണേ? സാറ് പോണായിട്ട് എനിക്ക് ആലോചിക്കാനേ വയ്യ. എന്തായാലും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. നീ നല്ലൊരാളാ. നീ സന്തോഷമായിട്ടിരിക്കണം. ഡോണ്ട് ബി സാഡ്. വേണ്ട, ഇപ്പൊ വിഷയണ്ട. ബർത്ത്ഡേയുടെ അന്ന് പറഞ്ഞാൽ മതി. സാറായിരിക്കണം എന്നെ ആദ്യം വിഷയേണ്ടത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ആകാശ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആകാശേ, നീ എന്തായാലും ബർത്ത്ഡേ ആയിട്ടൊരു സന്തോഷമില്ലാണ്ടിരിക്കണേ. സാറ് രാവിലെ തന്നെ വിഷയം വരാമെന്ന് പറഞ്ഞതാ, മറന്നു വിട്ടുണ്ടാവല്ലേ? അതാണോ ഇത്രയ്ക്ക് വിഷമിച്ചിരിക്കണേ? ഒരു കാര്യം ചെയ്യ്, നീ സാറിനെ പോയി നോക്കി നോക്ക്. ഈ ടൈമിൽ സാർ അഡ്മിനിസ്ട്രേറ്ററിന്റെ റൂമിൽ ഉണ്ടാവണേന് പോയി നോക്കി നോക്ക്. എന്ത് മണ്ടു ചെക്കനല്ലേ, അവനിപ്പോ സാറില്ലാണ്ട് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല. ആകാശ്, നീ ആരെ അന്വേഷിക്കാൻ വന്നിരിക്കണേന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ഇവിടെ ഇല്ല. അവന് എന്നേക്കുമായി ലോകം വിട്ടു പോകേണ്ട സമയം കഴിഞ്ഞു. നീ വൈകിപ്പോയി അലക്സ്. പ്രണയം നിന്റെ വിധിക്കെതിരെ നേരിടാൻ പറ്റുന്ന ഏറ്റവും നല്ല ആയുധമാണത്. എന്ന് നിന്റെ കയ്യിൽ അത് കിട്ടുന്നു, പോരാടും നീ. ഈ ബുക്കിൽ വർഷങ്ങളായിട്ട് കാത്തിരുന്നിട്ടും പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിനക്കായി കാത്തുവെച്ചതാണ് അവൻ. ഞാൻ ഒരു ശപിക്കപ്പെട്ടവനാണ്. എന്റെ 7 ജന്മങ്ങൾക്ക് പകരമായി കിട്ടിയ 100 വർഷങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷേ വിധി വീണ്ടും ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്നെ എനിക്ക് വീണ്ടും നഷ്ടപ്പെടാൻ പോവുകയാണ് അലക്സ്. ഇത് ഞാൻ അലക്സ്. അമീർ എനിക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. ആകാശ, എന്താ പറ്റി? നീ എന്തിനൊക്കറിയണേ? ഞാനാ കാരണം. അവൻ എനിക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. അലക്സ്, ഞാനാണ്. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അവൻ പോയി. അമീർ എന്നെ വിട്ടു പോയി. അമീർ, ഹി വാസ് എ പ്രിൻസ്. ഇംഗ്ലണ്ടുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഞാനും എൻ്റെ ഡാഡിയുടെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നു. ഐ വാസ് ഇൻ എ പ്രൈമറി സ്കൂൾ. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് പഠിച്ചത്. അവൻ ഈ നാടിൻ്റെ രാജകുമാരനായിരുന്നു. പക്ഷേ എനിക്ക് അവൻ എൻ്റെ സ്നേഹിതനും പ്രിയനും എല്ലാമായിരുന്നു. പ്രഭു, കൊട്ടാരത്തിൽ തന്നെ രാജകുമാരനും അലക്സും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഒരു സംസാരമുണ്ട്. ഇത് പ്രജകൾ അറിഞ്ഞാൽ പരിഭ്രാന്തരാവും. അങ്ങ് രാജകുമാരനോടൊന്ന് സംസാരിക്കണമായിരുന്നു.
എന്റെ നേരെ നോക്കാൻ ഭയക്കുന്നവർ ഇന്ന് എനിക്കെതിരെ സംസാരിക്കുന്നു. അലക്സിനെ ഞാൻ വൈകാതെ തന്നെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കും. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കണേ? ഈ ഇടായിട്ടേ നിന്റെ സൗന്ദര്യം കുറച്ച് കൂടിയോ എന്നൊരു സംശയം. നിനക്ക് എപ്പോഴും കുട്ടിക്കളിയാണ്. നാളെ ഡാഡിയുടെ ഓർമ്മ ദിവസവും. ഡാഡി എന്നെ ഒറ്റയ്ക്കാക്കി പോയിട്ട് ഇപ്പൊ 8 വർഷമായി. ഒറ്റയ്ക്കാക്കി പോയതല്ല, ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോയേ. ഞാനില്ലേ നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, അത് നിനക്കറിയാലോ. ഐ ലവ് യു അമീർ. പക്ഷേ നമ്മുടെ സ്നേഹം ഇവിടെ എല്ലാവരും അംഗീകരിക്കുമോ? ഈ നാടിൻ്റെ രാജകുമാരൻ ഞാൻ സമ്മതിച്ചാ പോരെ? ബാപ്പ എന്തായാലും സമ്മതിക്കും. ബാപ്പയെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാ നിന്റെ ഡാഡി. പക്ഷേ എന്തോ ഈ സമൂഹത്തിൽ നമ്മുടെ പ്രണയത്തിന് വലിയ സ്ഥാനം കിട്ടില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ആരെതിർത്താലും നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. ഒരാണിനെ തന്നെ സ്നേഹിച്ചെന്ന് ആര് കുറ്റം പറഞ്ഞോട്ടെ, അതൊന്നും എനിക്കൊരു കുഴപ്പമല്ല. ഈ ജീവിതം മുഴുവൻ എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം അമീർ. ഐ വാണ്ട് ടു ലിവ് വിത്ത് യു. അലക്സ്, ഐ വിൽ ബി ഓൾവേസ് ദെയർ ഫോർ യു. നിന്റെ ബാപ്പയായിട്ടല്ല, ഈ നാട് കാക്കുന്ന രാജാവായിട്ട് ഞാൻ പറയാണ്. അലക്സിനെ ഈ കൊട്ടാരത്തിൽ ഇനി നിർത്താൻ സാധിക്കില്ല. ഇവിടെ കുറച്ച് തെറ്റുകാരണങ്ങൾ നടക്കുന്നുണ്ട്. നീയും അലക്സും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാന്ന് ഈ കൊട്ടാരത്തിലുള്ളവരുടെ എല്ലാവരോടും പറയണം. സാധിക്കില്ല. ബാപ്പ കേട്ടതെല്ലാം സത്യമാണ്. ഞാനും അലക്സും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞാൻ അവന് വേണ്ടി എന്തും ചെയ്യും. ഞാനത് അവന് കൊടുത്ത വാക്കാ. അമീർ, നീ പറയണതൊക്കെ എന്ത് ദോഷമുള്ള കാര്യങ്ങളാണെന്ന് ആലോചിച്ചിട്ട് പറ. ഞാൻ ഈ നാടിൻ്റെ രാജകുമാരനാണ്. ഇത് എൻ്റെ തീരുമാനമാണ്. അലക്സ് എൻ്റെ കൂടെ ഉണ്ടാവുമെന്നും. അമീർ, നീ ബാപ്പയോട് പറഞ്ഞതെല്ലാം ഞാൻ അറിഞ്ഞായിരുന്നു. വിഷമിക്കണ്ട, ബാപ്പയ്ക്ക് എല്ലാം മനസ്സിലാവും. നിനക്കറിയാലോ, ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നു വന്നേ. എനിക്ക് അന്ന് തുടങ്ങിയ സ്നേഹം അവനോട്. അവനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ആരൊക്കെ എതിർത്ത് പറഞ്ഞാലും ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. ബാപ്പ ഇപ്പൊ എതിർത്തേക്കാം, പക്ഷേ വൈകാതെ തന്നെ ബാപ്പയ്ക്ക് എല്ലാം മനസ്സിലാവും. നിങ്ങൾ രണ്ടുപേരെ സ്വീകരിക്കും. ഞാൻ രാജകുമാരനല്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നല്ലേ. ഇപ്പം എൻ്റെ പ്രജകൾ തന്നെ എനിക്ക് തടസ്സമായിട്ട് നിൽക്കണേ. നീ അലക്സിനെ കൈവിടാത്ത കാലത്തോളം ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂട്ടുണ്ടാവും. നിന്റെ സഹോദരൻ മാത്രമല്ല, ഞാൻ ഈ നാടിന്റെ രാജകുമാരി കൂടിയാ. രാജകുമാരനൊരു അറിയിപ്പുണ്ട്. രാജ്ഞിക്ക് തീരെ വയ്യ. രാജകുമാരനെ കാണണമെന്നാ പറയുന്നേ. ഉമ്മയ്ക്ക് പെട്ടെന്ന് തെറ്റി ഇവിടുന്ന് സുഖമായിട്ടാണല്ലോ പോയേ. അമീറെ, നീ എന്തായാലും ഉമ്മയെ കണ്ട് സുഖവിവരം അന്വേഷിച്ചിട്ട് വാ. ഉമ്മയ്ക്ക് പാടില്ല എന്നല്ലേ പറഞ്ഞേ? ഇവിടെ നിന്ന് 5 നാളത്തെ യാത്രയുണ്ട് ഉമ്മയുടെ ദേശത്തേക്ക്. എനിക്ക് ഉമ്മയെ കാണണം. റബ്ബേ, ഉമ്മയ്ക്കൊന്നും വരുത്തല്ലേ. ഉമ്മയ്ക്ക് ഒന്നും വരില്ല, നീ വിഷമിക്കണ്ട. അലക്സിനോട് പറഞ്ഞേക്ക് ഞാൻ വേഗം വരാമെന്ന്. ഉമ്മയോട് എന്റെ അന്വേഷണം പറയണോട്ടാ. നീ പോയി വരുമ്പോഴേക്കും ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം മാറും. நெஞ்சிலே நிலவே என்னை விட்டு ஏனடி நீங்கினையோ ஒரு கொள்ளை புயலடித்தால் சகியே செஞ்சுடர் தாங்கிடுமோ அத்தம் அழிந்ததடி அன்னமே ரத்தமும் ஓய்ந்ததடி. ഉമ്മയ്ക്ക് പാടില്ല എന്ന് പറഞ്ഞ് സുഖമായോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അമീറെ, നീ എന്താ പെട്ടെന്നൊരു അറിയിപ്പില്ലാണ്ട് വന്നേ? അവിടെ എല്ലാവർക്കും സുഖമല്ലേ? ഉമ്മയ്ക്ക് പാടില്ല എന്ന് പറഞ്ഞ് ഈ ദേശത്ത് നിന്ന് അങ്ങോട്ട് ഒരു അറിയിപ്പ് വന്നായിരുന്നല്ലോ. അതാ ഞാൻ വേഗം വന്നേ. അങ്ങനെ ഒരു അറിയിപ്പ് ഇവിടെ നിന്ന് ആരും അയച്ചിട്ടില്ലല്ലോ. വൈകാതെ അറിയാൻ ഞാൻ തിരിച്ചു വരാന്നാ വിചാരിച്ചേ. നിനക്ക് എന്ത് പറ്റി? പിന്നെ ആരാ അങ്ങനെ ഒരു അറിയിപ്പ് അയച്ചേ? ആ പ്രാവിനെ നോക്കി, അത് നിനക്ക് അയച്ചേക്കണ ഒരു ദൂതാ. അമീർ, ഞാൻ നിന്റെ സഹോദരിയാണ്. നീ വേഗം തന്നെ തിരിച്ചു വരണം. ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം കൈയടക്കാൻ പോവുകയാണ്. നമ്മുടെ രാജ്യസദസ്സ് കുറച്ച് ബ്രിട്ടീഷുകാരെ ചാരന്മാരെ മുതൽകുത്തി തൂക്കിലേറ്റാൻ ഉത്തരവിട്ടിരിക്കുന്നു. അതിൽ അലക്സിന്റെ പേരുമുണ്ട്. നമുക്ക് ഇനി 5 ദിവസങ്ങൾ മാത്രമേ പിന്നിലുള്ളൂ. ഇല്ല, ഇതിലെന്തോ ചതിയുണ്ട്. അലക്സ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്ക് തടയണം. 5 നാളെന്നല്ലേ പറഞ്ഞത്? നീ ഇന്ന് ഇവിടെ നിന്ന് പുറപ്പെട്ടാലും നിനക്ക് ആ വിധി തടയാൻ സാധിക്കില്ല അമീർ.
പാപ്പ, അലക്സ് ഒരിക്കലും ചതിക്കില്ല. എനിക്കറിയാം. എന്നെ അറിയിക്കാണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്തിനാ? ഇത് എന്റെ മാത്രം തീരുമാനമല്ല, രാജസദസ്സിന്റെ മുഴുവനുമാണ്. അവനെ നിനക്ക് ത്യജിക്കേണ്ടി വരും, കാരണം നീ രാജകുമാരനാണ്. രാജകുമാരൻ? എനിക്ക് ആ പദവിയേക്കാൾ വലുത് അവനായിരുന്നു. അവനെയാ നിങ്ങൾ എന്നിൽ നിന്ന് മുറിച്ചു മാറ്റിയേ. ഇത് രാജസദസ്സിന്റെ മുഴുവൻ തീരുമാനമാണ് അമീർ. നീ ഒരു രാജകുമാരനാണ്, ആ ഉത്തരവാദിത്തം മറക്കരുത്. സ്വന്തം മകനെ പോലും വഞ്ചിച്ച അങ്ങേക്ക് ഉത്തരവാദിത്തത്തെ പറ്റി പറയാൻ എന്ത് അർഹതയുള്ള? അമീർ നിർത്ത്, ഞാൻ നിന്റെ ബാപ്പയാണ്. ബാപ്പ? ഞാൻ അവനെ പിരിവില്ലാന്ന് അറിഞ്ഞോണ്ടല്ലേ നിങ്ങൾ മനഃപൂർവ്വം എന്നെ മാറ്റിയെടുത്ത് അവൻ ഇല്ലാണ്ടാക്കിയേ. ഞാൻ പഠിച്ച ഗുരുവിനെയും നാടിനെയും ഞാൻ സാക്ഷിയാക്കി പറയാം. ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ എൻ്റെ അലക്സിനെ കൊന്നേ, ഈ നാട്ടുകാർക്ക് ഞാൻ 100 വർഷം ഒരു ശാപമായി കാണും, എൻ്റെ 7 ജന്മങ്ങൾ ബലി നൽകിക്കൊണ്ട്. അമീർ, ഞങ്ങളെ തനിച്ചാക്കി പോവല്ലേ. ഞാൻ നിനക്ക് ഉറപ്പ് തരാം, എനിക്കിനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ അലക്സിന് സംരക്ഷണമായിട്ട് കൂടെ ഉണ്ടാവും. അമീർ പോയി. എൻ്റെ ലൈഫ് ഇങ്ങനെ കുടിച്ച് നശിപ്പിക്കല്ലേ. സാറാണെങ്കിൽ ആഗ്രഹിച്ചത് നീ നല്ലൊരു നിലയിലെത്തി കാണണമെന്നാണ്. നീ ഇങ്ങനെ റൂമിൽ തന്നെ വിഷമിച്ചിരിക്കല്ലേ. എനിക്ക് കാണാൻ വയ്യ. ഒരു ഡോക്ടർ ആവാനുള്ള മെൻറ്റാലിറ്റി ഇപ്പം നിനക്കില്ല. നീ പഴയ ആകാശത്തിലേക്ക് തിരിച്ചു വാ. കഴിഞ്ഞത് കഴിഞ്ഞ്. വിധിയെ നമുക്ക് എത്ര തടഞ്ഞാലോ മാറ്റാൻ കഴിയില്ല. அரைப்பக்கத்தில் அடைத்து வைக்கும் ஆசையும் இருந்ததில்லை. മോനെന്താ പറ്റിയേ? മോനെന്താ ഞങ്ങളോടൊന്നും മിണ്ടാണ്ട് ഈ റൂമിൽ തന്നെ ഇരിക്കണേ? നിന്റെ കൂട്ടുകാർ എത്ര തവണ വന്ന് വിളിച്ച്? നല്ല മാർക്കൊക്കെ ഇല്ലേ? നിനക്കൊരു ഡോക്ടറായിട്ട് കയറിക്കൂടെ? അവനെ എനിക്ക് നഷ്ടപ്പെട്ടമ്മേ. ഇനി എനിക്ക് അവനെ കാണാൻ കഴിയില്ല. പണ്ട് നിങ്ങളെപ്പോലെയുള്ള കുറെ ആൾക്കാർ ചേർന്ന എന്നെ അവനെ പിരിച്ചേ. മോനെ, നീ ഒരിക്കലും അങ്ങനെ പറയരുത്. നിന്റെ തീരുമാനത്തിന് ഞങ്ങൾ ഒരിക്കലും എതിര് നിൽക്കില്ല. അതിലിപ്പോഴും ആണാണോ പെണ്ണാണോ ജാതിയോ മതമോ ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിന്റെ സന്തോഷം ഞങ്ങൾക്ക് ഏറ്റവും വലുത്. ഇനി അതിന് കാര്യമില്ല അമ്മ. അവൻ പോയി. എനിക്ക് വേണ്ടി കാത്തിരുന്ന അവൻ പോയി. സ്നേഹം സത്യമുള്ളതാണെങ്കിൽ നിന്നെ അറിയിക്കുന്നവര് നിന്നെ തേടി വരും. നീ ഇങ്ങനെ റൂമിൽ തന്നെ വിഷമിച്ചിരിക്കാണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി മനസ്സ് ശാന്തമാക്ക്. ഹലോ, എന്നെ സഹായിക്കുമോ? ഞാൻ പുതിയതായി വന്നതാ. ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കാൻ സഹായിക്കുമോ? ആ, ഞാൻ ചെയ്തുതരാം. താൻ ഒറ്റയ്ക്കേ ഉള്ളോ? ആ, ഞാൻ ഒരാളെ അന്വേഷിച്ച് വന്നതാ, അങ്ങ് ഡൽഹിനെ. അമീർ, നീ എന്നെ പ്രണയിക്കുമ്പോ എനിക്ക് എങ്ങനെ ഇവിടെ നിന്ന് പോകാൻ കഴിയാ?